നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് വിഷമുള്ളുകളായ വാക്കുകളെ പറ്റിയാണ്. നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന വിധത്തിലുള്ള മാരകമായ വിഷമുള്ളുകളായ വാക്കുകൾ ഒരിക്കലും പ്രയോഗിക്കാൻ പാടുള്ളതല്ല. ഇങ്ങനെയുള്ള വാക്കുകൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വിഷമുള്ളായ ഒരു വാക്കുമതി ഒരുവനെ എന്നേക്കുമായി നശിപ്പിച്ചിടുവാൻ. മാരകമായ വിഷമുള്ളുകളായ വാക്കുകൾ പ്രയോഗിച്ചു കഴിഞ്ഞുള്ള ഭവിഷ്യത്ത്, ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് അമ്പ് പോലെ ആഴത്തിൽ തുളച്ചു കയറി ഒരിക്കലും കിട്ടാത്ത ഉത്തരത്തിന്റെ ചോദ്യമായി ഈ വാക്കുകൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ തന്നെ പതിഞ്ഞിരിക്കും. പിന്നീട് വാക്കുകൾ നമ്മുടെ ഹൃദയത്തിലിട്ട് ഇങ്ങനെ ഞെരുങ്ങി ഒരിക്കലും ഉണങ്ങാത്ത മുറിവ് സൃഷ്ടിക്കുവാൻ കാരണമാകും. മുറിവുണ്ടായാൽ പിന്നെ അത് ഉണങ്ങുവാൻ പ്രയാസമാണ്. പാലും തേനും കൊടുത്താലും ഒരിക്കലും മുറിവുണക്കുവാൻ സാധിക്കുകയുമില്ല. എത്ര മരുന്ന് പുരട്ടിയാലും ഹൃദയം ഉണങ്ങത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, കയ്പായ മാരകമായ വിഷമുള്ളുകളായ വാക്കുകൾ പ്രയോഗിക്കരുതെന്ന്. നമ്മുടെ ഹൃദയം തകർന്നു പോയാൽ പിന്നെ രക്ഷയില്ല. നമ്മുടെ ഹൃദയത്തെ നേരെയാക്കുവാൻ വളരെയധികം പ്രയാസമാണ്. ഈ ഭൂവിലുള്ള യാതൊന്നിനോടും പിന്നീട് താല്പര്യം കാണത്തില്ല. ഈ ഭൂവിൽ ജീവിക്കണ്ട എന്ന ചിന്ത വരും. നമ്മുടെ ഹൃദയം തകർന്നു പോയാൽ തീർച്ചയായും ആത്മഹത്യ ചെയ്തിരിക്കും. ആത്മഹത്യ ചെയ്താൽ മാത്രമേ അവന് പരിഹാരത്തിനുള്ള ആ മാർഗം ലഭിക്കുകയുള്ളൂ. നമ്മുടെ ഹൃദയം ലോലമാണ്. നമ്മുടെ ഹൃദയത്തെ തകർത്തിടുവാൻ ഒരുവനും ഒരു അവകാശവുമില്ല. നാം ഓരോ വ്യക്തികളും ഈ ഭൂമിയിൽ ജനിച്ചു വീണത് സന്തോഷിക്കാൻ വേണ്ടിയാണ്, ജീവിക്കുവാൻ വേണ്ടിയാണ്, അല്ലാതെ ഒരുവനെ നശിപ്പിച്ചിടുവാൻ വേണ്ടിയല്ല.